നമസ്കാരം. 74 വയസ്സായ ഒരു മനുഷ്യനെ 32 പാർട്ടികളും അതിലേറെ രാഷ്ട്രവിരുദ്ധ ശക്തികളും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെതിരെ കേവല ഭൂരിപക്ഷത്തിൻ്റെ അടുത്തുപോലും എത്താത്ത ഇന്ത്യ മുന്നണി പൊളിഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് വസ്തുത. എന്നിട്ടും ആ ചാപ്റ്റർ ക്ലോസായിട്ടും നിർത്തുന്നില്ല. വാങ്ങിയ കാശിന് മാപ്രകൾ ഹൈപ്പ് കൊടുത്തു, കൂറു കാണിച്ചു. കേരളത്തിൽ റെക്കോർഡ് വോട്ട് വിഹിതമുണ്ടാക്കി ആദ്യമായി താമര വിരിഞ്ഞു ലോക്സഭയിൽ. എന്നിട്ടും ആരും അത് കണ്ടില്ല. ഹൈപ്പ് പക്ഷേ ബി ജെ പിക്കാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പിക്ക് ഹാട്രിക് വിജയം കിട്ടിയിരിക്കുന്നു. ഇന്ദിരാഗാന്ധിക്ക് പോലും പറ്റിയിട്ടില്ല എന്നുള്ളത് ഓർക്കുക. ഇന്ത്യ മുന്നണിയേക്കാൾ, അതായത് ഈ അവിയൽ മുന്നണി ഉണ്ടല്ലോ, 232 വാങ്ങിയ ഒറ്റയ്ക്ക് ബി ജെ പി 242 സീറ്റ് നേടി. അതിലും കാര്യമില്ല. ചരിത്രത്തിലാദ്യമായി ആന്ധ്രാപ്രദേശിൽ സംസ്ഥാന ഭരണം ബി ജെ പി പിടിച്ചെടുത്തു. ഇനിയോ ഒഡീഷയിൽ 25 കൊല്ലമായി ഭരിക്കുന്ന ബിജു ജനതാദളിനെ തകർത്തൊറ്റയ്ക്ക് സംസ്ഥാന ഭരണം പിടിച്ചെടുത്തു. നിലവിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ബി ജെ പി മാറുകയും ചെയ്തു. 242, കോൺഗ്രസിന് 94. എന്നിട്ടും കേരളത്തിലെ ചാനൽ മാപ്രകൾ അടക്കം പറയുന്നു ബി ജെ പി തകർന്നടിഞ്ഞുവെന്ന്. എവിടെയാണ് ബി ജെ പി തകർന്നടിഞ്ഞതെന്ന് പറയേണ്ടത് ഈ മാപ്രകൾ കൂടിയല്ലേ? 74 വയസ്സായ ഒരു മനുഷ്യനെ ഇങ്ങനെ 32 പാർട്ടികളടക്കം വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട കാര്യം എന്താണ്? നമുക്കറിയാം, 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന അദ്ദേഹത്തിനെതിരെ ഒരു അധികാര ദുർവിനിയോഗം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും പറയാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനകീയത എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ് എന്ന് പറയേണ്ടി വരും. ആ ജനകീയതയെ മാനിക്കുവാനുള്ള കരുത്ത് ഈ ഇന്ത്യ മുന്നണിക്കില്ല, അല്ലെങ്കിൽ ആ മുന്നണിയുമായി ബന്ധപ്പെട്ടവർക്കില്ല. എന്തുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കുന്നു? ഇവിടെ ചില സൂചനകൾ കൂടി നൽകട്ടെ. ആദ്യമായി ഹാട്രിക് നേടിയ അധികാരത്തിലെത്തുന്നു. ഇന്ദിരാഗാന്ധിക്ക് പോലും കഴിഞ്ഞിട്ടില്ല. മുമ്പ് നെഹ്റു നടത്തിയിട്ടുണ്ടില്ല എന്നല്ല, നെഹ്റു അത് തുടർച്ചയായി നടത്തിയ ഒരു കാലഘട്ടവുമായിരുന്നു. അതുമാത്രമല്ല, നെഹ്റു 300 സീറ്റുകൾ അധികം വാങ്ങി ഓരോ ടേമിലും അത് നേടിയിട്ടുമുണ്ട്. അതും മറച്ചു വെക്കുന്നില്ല. പകരം ഇന്ദിരാഗാന്ധിക്ക് പോലും കഴിയാത്ത കാര്യം, 3 ടേം ഭരിക്കാൻ കഴിയാത്ത കാര്യം ഇപ്പോൾ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നു. അതിൽ ആശങ്കാകുലരാണ് ഈ കോൺഗ്രസ്സുകാർ. ചരിത്രത്തിൽ ആദ്യമായിട്ട് ആന്ധ്രാപ്രദേശിൽ ഭരണം പിടിച്ചിരിക്കുന്നു ഒറ്റയ്ക്ക്. മറ്റൊന്ന് 25 കൊല്ലമായിട്ട് ഒഡീഷയിൽ ഭരിക്കുന്ന ബിജു ജനതാദളിനെ തകർത്തെറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അവിടെ ഭരണം നേടിയിരിക്കുന്നു ബി ജെ പി. ഇതിനൊക്കെ പുറമെയാണ് നിലവിൽ ഒറ്റക്കക്ഷി, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയപ്പെടുന്ന ആരാണ്? അത് ബി ജെ പി തന്നെയാണ്. ഇപ്പോഴും 242 സീറ്റുകളുണ്ട്. 99 സീറ്റിൽ നിൽക്കുന്ന കോൺഗ്രസ് എവിടെ എത്തിയെന്ന് കോൺഗ്രസ് തന്നെയല്ലേ ആലോചിക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് ബി ജെ പി തകർന്നടിഞ്ഞത് എന്ന് ഈ മാപ്രകൾ അടക്കം പറയണം. ഇവിടെയുള്ള മാപ്രകൾ എപ്പോഴും ചെയ്യുന്നത് ബി ജെ പിക്കെതിരായിട്ടുള്ള ഒരു ആയുധമാക്കുകയാണ് പലപ്പോഴും. പക്ഷേ എത്രയൊക്കെ ഒന്നിച്ച് ഇളകിയിട്ട് വട്ടം ചുറ്റിയിട്ട് ആക്രമിച്ചിരുന്നാലും അവിടെ നിന്ന് വീണ്ടും ഉദിച്ചുയരുകയാണ് നരേന്ദ്രമോദി. മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എത്തിയിരിക്കുന്നു. ഇവർ, ഈ മാപ്രകളടക്കമുള്ളവർ, മാധ്യമപ്രവർത്തകർ മാത്രമല്ല കേട്ടോ, അതുമാത്രമല്ല UDF-ഉം LDF-ഉം എന്ന് വേണ്ട എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും ബി ജെ പിയെ തുരത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു താമര കേരളത്തിലും വിരിയിച്ചു. അങ്ങനെ വീണ്ടും ഇന്ത്യയിൽ അധികാരത്തിലേക്ക് എത്തുവാൻ ആ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതൊരു ചരിത്രമായി മാറും.